ലാലേട്ടൻ്റെ മുടി മുതൽ നഖം വരെ കാലിൻ്റെ നഖം വരെ സാധനത്തിൽ ഫ്രെയിമിലുണ്ട്. ഓരോ ഷോട്ട് വരും. ഇതൊക്കെ കാണുമ്പോൾ വരുന്ന ഗൂസ്ബംസ് ഉണ്ടല്ലോ, ഒന്നും പറയില്ല. സൂപ്പർ. ലാലേട്ടൻ സ്വയം തന്നെ ഇട്ട് 2 ആക്ക് തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് തള്ളിമറിക്കലൊന്നുമല്ല, കിടിലം സ്ക്രിപ്റ്റ്, കിടിലം മേക്കിംഗ്, നല്ല സിനിമ. കിടിലം സ്ക്രിപ്റ്റ്, നല്ല സിനിമ. അത് അവർ ലോ ഹൈപ്പിൽ വെച്ചത് തന്നെ നല്ല സ്ക്രിപ്റ്റിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ കിടിലം പെർഫോമൻസ്. ഇതാണ് ശരിക്കും സംഭവം. ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് തള്ളിമറിക്കലൊന്നുമല്ല, കിടിലം സ്ക്രിപ്റ്റ്, കിടിലം മേക്കിംഗ്, നല്ല സിനിമ. ഷുവർ ഷോട്ട് ഹിറ്റാണ്. ഇല്ല, നല്ല പടം. സത്യമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ബ്രോ സൂപ്പർ പടം, വിഷയം പടം ബ്രോ. കംബാക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല വിഷയം പടം ബ്രോ. അടിപൊളി സിനിമ, അടിപൊളി സിനിമ, നല്ല സിനിമ, നല്ല മേക്കിംഗ് ആണ്, അസാധ്യ മേക്കിംഗ് ആണ്. നല്ല കിടിലം പടം കേട്ടോ, സൂപ്പർ, ഒരു വിഷയമില്ല. കിടിലം പടം. നല്ല പടം. ഗംഭീര പടം, സൂപ്പർ, അടിപൊളി പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി. ഒരുപാട് നാളെ ലാലേട്ടൻ പണ്ട് പോലെ ഇവിടെ ഉണ്ട്. ലാലേട്ടൻ തുടരും. വിൻറ്റേജ് ലാലേട്ടൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ലാലേട്ടനെ എന്ന ആക്ടറിനെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് തരുൺ മൂർത്തി ഇതിനകത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ തലമുടി മുതൽ കാലിൻ്റെ നഖം വരെ യൂട്ടിലൈസ് ചെയ്തുള്ളൊരു പടം. എന്നുവെച്ചാൽ നമ്മൾ അത്രത്തോളം ഹാപ്പിയല്ല ഇത് കണ്ടിട്ടാണ്. കാരണം ഓരോ ഇതിലും നമ്മളങ്ങ് ഗൂസ് ബംസ് ആയി. ഈ രോമാഞ്ച് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് സാധനം. അത് എത്ര സീനെന്നറിയാമോ? നമ്മൾ സെക്കൻഡ് ഹാഫിലൊക്കെ അങ്ങ് വേറെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒപ്പത്തിലൊക്കെ കണ്ട പോലെയൊക്കെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അടിപൊളി സാധനമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി, ഒരുപാട് നാളെ പല കോമഡി സഹിക്കാൻ പറ്റാത്ത കോമഡിയാണ് പൊതുവേ വരുന്നത്. ഇതിൽ ക്ലിയർ കട്ട് മൂവി റെഫറൻസസ് ഒരുപാട് കോമഡി ഉണ്ട്. ലാലേട്ടൻ സ്വയം തന്നെ ഇട്ട് 2 ആക്ക് തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധനം നൈസായിട്ടുണ്ട്. നൈസ് ഓർഗാനിക് സിമ്പിൾ കോമഡി, നൈസ് ഓർഗാനിക്കായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെയ്ക്സ് വിജയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബ്രില്യൻറ്റ് സാധനം. DOP ആയാലും പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി പ്രത്യേകം ആരെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ വില്ലൻ ജോർജ് പുള്ളി ഒരു ഭയങ്കര സംഭവം. എന്താ വെച്ചാൽ ലാലേട്ടൻ 2 ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആ ലെവൽ വില്ലൻ, അടിപൊളി വില്ലന് നൈസായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വില്ലൻ സപ്പോർട്ട് ചെയ്ത് ബിനു പുള്ളി ചെയ്ത റോൾസും അത് നന്നായിട്ടുണ്ട്. ഫാസ്റ്റ് ഫാസിൽ അനിയനുണ്ട്, അത് നല്ലതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവർഗ്രീൻ കോംബോ ശോഭനയും ലാലേട്ടനെ തിരിച്ച് കാണുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്. അതിലെ ആ കോമഡിയും കെമിസ്ട്രിയും എല്ലാം അത് ഓൾവേസ് പണ്ടുള്ളത് തന്നെ ഇപ്പോഴും അത് വർക്കൗട്ടാണ്. മൊത്തത്തിൽ നൈസ് പടം. എന്തായാലും വന്ന് തിയേറ്ററിൽ കാണുക, അല്ലെങ്കിൽ ബിഗ് ലോസ് ആണ്. ഒന്നും പറയില്ല, ഇത് ഹിറ്റടിക്കും. ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ഹിറ്റടിക്കും. ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ഈ പടം തൂക്കുകയാണ്. ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം കിടിലം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ മുടി മുതൽ നഖം വരെ കാലിൻ്റെ നഖം വരെ സാധനത്തിൽ ഫ്രെയിമിലുണ്ട്. ഓരോ ഷോട്ട് വരും. ഇതൊക്കെ കാണുമ്പോൾ വരുന്ന ഗൂസ്ബംസ് ഉണ്ടല്ലോ, ഒന്നും പറയില്ല. സൂപ്പർ. പോയി കണ്ടോ, ഹാപ്പി.